ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം സന്തോഷത്തോടു കൂടിയാണ് കടന്നു വന്നിരിക്കുന്നത്. മഴയുടെ ഭാരമുണ്ട്, പല പ്രയാസങ്ങളുണ്ട്. എങ്കിലും നമുക്കിത്രയും പേർക്ക് കടന്നു വരുവാനിടയായതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്. ചിലർ പറയും വീട്ടിലിരുന്നാൽ മതിയല്ലോ, മഴയത്തിങ്ങി വരണ്ട, നാളെ രാവിലെ കേൾക്കാം. ഇപ്പം നമ്മുടെ കൺവെൻഷനുകളിലെ പ്രശ്നം അതാണ്. കൺവെൻഷനൊക്കെ ലൈവുണ്ട്. അപ്പോൾ പിന്നെ കട്ടിലെ കിടന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കേൾക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് എങ്കിലും സന്തോഷത്തോടെ കടന്നു വരുവാനിടയായതോർത്ത് സ്തോത്രം. നാം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിൽ നാം സാത്താനെക്കുറിച്ച്, അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ പഠിച്ചു, അവൻ്റെ പദ്ധതി പഠിച്ചു. അവൻ്റെ പദ്ധതിയൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനാണ് പഠിക്കുന്നത്. അല്ലാതെ സാത്താൻ്റെ ശാസ്ത്രം പഠിച്ചുകൊണ്ട് നമുക്കൊരു കാര്യവുമില്ല. അതുമല്ല, ഇപ്പം നമ്മളീ പറയുന്ന കാര്യങ്ങൾ അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടും. ദൈവത്തിൻ്റെ സഭ ഇവിടെ നമ്മൾ ഈ സമയത്തിന് മുമ്പ് ഇപ്പം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അതിനു മുമ്പ് ദൈവത്തിൻ്റെ സഭ ഇവിടെ നിന്ന് എന്തു ചെയ്യും, മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലിയ കാറ്റും മഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദേശത്ത് ഭയങ്കരമായ ചുഴലിക്കാറ്റും ഒക്കെയാണ്. അനേകയിടത്ത് റോഡുകളിലെല്ലാം വെള്ളം പൊങ്ങി കിടക്കുകയാണ്. നമുക്ക് ഇത്രയും പ്രയാസമില്ലാതെ നിൽപ്പാൻ ദൈവം സഹായിക്കുന്നല്ലോ, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ 1000 വർഷം സാത്താനെ ചങ്ങലക്കിട്ട് കഴിയുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ കാലമാണ്. ശരിക്കും മനസ്സിലാക്കണം, കർത്താവിൻ്റെ രഹസ്യവരവുണ്ട്, പരസ്യവരവുണ്ട്. മഴ എൻ്റെ ഭാഗത്ത് നടക്കട്ടെ, കുഴപ്പമില്ല. കർത്താവിൻ്റെ രഹസ്യവരവുണ്ട്, പരസ്യവരവുണ്ട്. ഈ പരസ്യമായ വരവാണ് മഹത്വ പ്രത്യക്ഷത. ഇപ്പം ഈ 1000 ആണ്ടേക്ക് പിശാചിനെ ചങ്ങലക്കിടുമ്പോൾ ആ 1000 ആണ്ട് യേശു കർത്താവ് യെരൂശലേം തലസ്ഥാനമാക്കി ഈ ഭൂമിയെ ഭരിക്കും. അതിനെയാണ് സഹസ്രാബ്ദ വാഴ്ച. ഇംഗ്ലീഷിൽ അതിനെ മില്ലേനിയം എന്ന് പറയും. സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ടത്തെ വാഴ്ച. ഈ 1000 ആണ്ടത്തെ ആഴ്ചയിൽ സ്തോത്രം ചില പ്രത്യേകതകളുണ്ട്. അത് നാം ഒന്ന് മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അന്ന് അവൻ തൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും മാറ്റും. ദൈവത്തിൻ്റെ രാജ്യത്തിലെ എല്ലാ ഇടർച്ചകളെയും മാറ്റുമെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? എവിടെയാണേലും ഇടർച്ചയുണ്ട്. സഭയിൽ ഇടർച്ചയുണ്ട്, വീട്ടിൽ ഇടർച്ചയുണ്ട്, സമൂഹത്തിൽ ഇടർച്ചയുണ്ട്, രാജ്യങ്ങളിൽ ഇടർച്ചയുണ്ട്. ഇവിടെ എല്ലാം ഇടർച്ചയുണ്ട്. ഈ ഇടർച്ച ഉണ്ടാക്കുന്നവൻ ആരാന്നറിയാമോ? ഈ സാത്താനായി ഇടർച്ച ഉണ്ടാക്കുന്നത്. ഈ ഇടർച്ച ഉണ്ടാക്കുന്ന സമയത്ത് ആ ഇടർച്ച ഉണ്ടാക്കുന്ന എല്ലാ ഇടർച്ചയെയും കർത്താവ് എന്ത് ചെയ്യും? മാറ്റിക്കളയും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും, അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിൽ ഇട്ട് കളയും. എല്ലാ ഇടർച്ചയും തള്ളിക്കളയും. ഹല്ലേലൂയ. എല്ലാ ഇടർച്ചയും കൂട്ടി. ഇന്നിപ്പം ഇടർച്ചയൊക്കെ വരുമ്പോൾ നമുക്കത് വലിയ പ്രാരമാണേലും ഈ ഇടർച്ചയ്ക്കെല്ലാം ഒരു പരിധിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചവർ പറഞ്ഞു, ഈ കൊയ്ത്തോളം ഈ കള എന്ത് ചെയ്യട്ടെ, വളരട്ടെ. കൊയ്ത്ത് സമയത്ത് ഇതെല്ലാം ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്
കൊയ്ത്ത് സമയത്ത് കൊയ്യുന്നവരോട് അവൻ പറയും അതിനെ കെട്ടി എന്ത് ചെയ്യണം, തീയിൽ തള്ളിക്കളയാൻ. ഹല്ലേലൂയ. അപ്പം ഈ ഇടർച്ച സഹസ്രാബ്ദ വാഴ്ചയിൽ യാതൊരു ഇടർച്ചയില്ല. കാരണം ഇടർച്ചയുടെ ആശാനായിരിക്കുന്ന സാത്താനെ എന്ത് ചെയ്തേക്കുക, ബന്ധിച്ചേക്കുക. അപ്പം ഈ ഇടർച്ച വരുന്നത് മുഴുവനും എവിടുന്നാണ് വരുന്നത്? സാത്താനിൽ നിന്നാണ് വരുന്നത്. അത് ദൈവമക്കളാണെന്ന് അഭിമാനിക്കുന്നവരാണേലും ഇടർച്ച വരുത്തുവാണേലും അന്നേരം പിശാച അവരിൽ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. സഭയുടെ വളർച്ചയ്ക്കും സഭയുടെ പുരോഗതിക്കെതിരായിട്ടൊക്കെ അനേക ആളുകൾ ഇങ്ങനെ ഇടർച്ചകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇടർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ഇപ്പം ആളുകൾ ചോദിക്കുക, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവരോട് ചോദിക്കുക, ഈ മഴയത്ത് ആ മീറ്റിങ്ങിന് പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഈ പെരുമഴയത്ത് വീട്ടിലിരുന്ന് അറിയാവുന്ന പാട്ടുമൊക്കെ അറിയാവുന്ന രാഗത്തിൽ പാടി അറിയാവുന്ന സങ്കീർത്തനം വായിച്ചിരുന്നാൽ പോരെ? സ്വർഗത്തിൽ പോകത്തില്ലേ? നരകത്തിൽ പോകത്തില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്ന ആളുകളെല്ലാം ഉണ്ട്. എന്തിനാ കൂട്ടായ്മയ്ക്ക് പോകുന്നത്? എന്തിനാ ആരാധനയ്ക്ക് പോകുന്നത്? എന്തിനാ കൺവെൻഷൻ നടത്തുന്നത്? എന്തിനാ ക്യാമ്പ് നടത്തുന്നത്? എന്തിനാ മാസയോഗം നടത്തുന്നത്? എന്തിനാ പരസ്യയോഗം നടത്തുന്നത്? എന്തിനാ ഭവന സന്ദർശനം നടത്തുന്നത്? പിന്നെ എന്താ ചെയ്യണ്ടേ? ഹല്ലേലൂയ. എല്ലാത്തിനും വിമർശനമാണ്. ഹല്ലേലൂയ. അപ്പം ഞാൻ പറയട്ടെ, ആ വിമർശനം എന്ന് പറയുമ്പോൾ എല്ലാ ഇടർച്ചകളെയും കർത്താവിൻ്റെ രാജ്യത്തിൽ നിന്ന് മാറ്റും. കാരണം ഇടർച്ച ഉണ്ടാക്കുന്ന ആത്മാവിനെ അന്ന് അവൻ ബന്ധിച്ച് ചങ്ങലക്കിട്ട് ആ അഗാധ ഗർത്തത്തിൽ എന്ത് ചെയ്തേക്കുക, പൂട്ടിയിരിക്കുക. ഇനി സഹസ്രാബ്ദ വാഴ്ചയിൽ പ്രത്യേകത, സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ യഹൂദന്മാർ ക്രിസ്തുവിലേക്ക് മനം തിരിയും. ഹല്ലേലൂയ. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. നോക്കിക്കേ, ഈ സഹസ്രാബ്ദ സമയത്ത് ഹല്ലേലൂയ യെരൂശലേം യഹൂദന്മാര് എന്ത് ചെയ്യും? ഒന്നുകൂടെ വായിച്ചത്. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും. യെരൂശലേം നിവാസികൾ ഇപ്പൊ കർത്താവിലേക്ക് തിരിഞ്ഞിട്ടില്ല. കർത്താവ് യേശുക്രിസ്തു ആണെന്നും നെതന്യാവ് ഇന്നലെയും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു, ഇന്നും പ്രസംഗിക്കുന്ന കേട്ടു. ഞങ്ങൾ ക്രിസ്ത്യാനികളെ സഹായിക്കുന്നവരാണ്. ബേദലഹേമിൽ അഥവാ അത് ക്രിസ്ത്യാനികൾ യേശു പിറന്ന സ്ഥലമാണ് എന്നെല്ലാം ആര് പറയുന്നുണ്ട്? നെതന്യാവ് പറയുന്നുണ്ട്. പക്ഷേ നെതന്യാവ് ഒന്നും ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല. കാരണം അവർ വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. എന്നാൽ സഹസ്രാബ്ദ സമയമാകുമ്പോൾ സ്തോത്രം യഹൂദന്മാർ ക്രിസ്തുവിലേക്ക് എന്ത് ചെയ്യും? മനം തിരിയും. സ്തോത്രം. എന്നിട്ട് അതൊന്നുകൂടെ വായിച്ച്. ദാവീദ് ഗ്രഹത്തിന്മേലും അവൻ ദാവീദ് ഗ്രഹത്തിന്റെ മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. ഹല്ലേലൂയ. അവർ നോക്കും. ഹല്ലേലൂയ. കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ. അപ്പോൾ നമ്മൾ ദൈവത്തോട് ഇങ്ങനെ യാചനയായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന ഏത് ആത്മാവിലാണ്? ദൈവത്തിൻ്റെ ആത്മാവിലാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ വന്നാൽ മാത്രമേ നമുക്കിങ്ങനെ യാചിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കാനും യാചിക്കാനും കഴിയണമെങ്കിൽ അതിന്മേൽ എന്തുണ്ടാകണം? ദൈവാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ലൈവായിട്ടിരിക്കണേ. സ്തോത്രം. ഈ നമുക്ക് യാചിക്കണമെങ്കിൽ അതിനും പരിശുദ്ധാത്മാവ് നമുക്ക് അങ്ങനെ ഒരു കൃപ തരണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നത് അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ചാലോ? അത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സ്തോത്രം, ആ യാചന, ആ അനുഭവം എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. സ്തോത്രം. അതിന് ദൈവത്തിൻ്റെ ഒരു കൃപ വേണം. അപ്പോൾ സഹസ്രാബ്ദത്തിൻ്റെ പ്രത്യേകത, ആ നാളുകളിൽ യഹൂദന്മാർ ക്രിസ്തുവിലേക്ക് എന്ത് ചെയ്യും? മനം തിരിയും. അടുത്ത മൂന്നാമത്തെ കാര്യം, യാചനകളുടെ ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കും. തങ്ങൾ കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കുമെന്ന്. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. യേശുവിനെ
വിലാപ്പുറത്ത് കുത്തിയതും ഈ കാര്യമെല്ലാം സ്തോത്രം അവർ വിലപിക്കും. ഏകജാതനെ പോലെ വിലപിക്കുന്നത് പോലെ അവരെന്ത് ചെയ്യും? വിലപിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇന്നലെ നെതന്യാഹു UNOയിൽ പ്രസംഗിച്ചു. UNOയിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സകല ആളുകളും, ആ അമേരിക്കയുടെ കുറച്ച് പേരും കുറേ ആളുകളും അല്ലാതെ സകല ആളുകളും ഇറങ്ങിപ്പോയി. സകല ആളുകളും നമ്മുടെ ഇതിനകത്തെല്ലാം യൂട്യൂബിൽ വരുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഞാൻ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. ആളുകൾ ഇപ്പം യോഗത്തിന് ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ നിരയായിട്ട് എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ എന്നാ ചെയ്യുന്നത്? അതൊന്ന് കാണേണ്ടതാണ്. നമ്മൾ നിരയായിട്ട് എഴുന്നേറ്റ് പോയി. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്ലെയിൻ പോയതുണ്ടല്ലോ, യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും കയറിയില്ല. 600 കിലോമീറ്റർ ദൂരെ കൂടി പ്രത്യേക വഴി കൂടാണ് അദ്ദേഹം എവിടെ പോയെന്നറിയാമോ? അമേരിക്ക ചെന്നിറങ്ങിയത്. അല്ലെങ്കിൽ വേറെ മിസൈൽ ഈ പ്ലെയിനിട്ട് ചെല്ലും. മിസൈൽ ചെല്ലാതിരിക്കാൻ അവർ വളരെ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ശ്രദ്ധിച്ചാണ് നെതന്യാഹു പൊയ്ക്കൊണ്ടിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരും ഇറങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആര് പോയാലും പോയില്ലെങ്കിലും ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. പലസ്തീൻ എന്നുള്ളൊരു രാജ്യം ഞങ്ങൾ സമ്മതിക്കത്തില്ല. കാരണം ഞങ്ങൾക്കിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയാണ്. പലസ്തീൻ രാജ്യമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാണ് ആളുകൾ ഇറങ്ങിപ്പോകുന്നത്. സത്യം പറഞ്ഞാൽ ആ പിടിച്ചു വെച്ച ആളുകളെ അന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമോ? പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞാലും ഈ പ്രശ്നം ഉണ്ടാകണം. ഞാൻ നിങ്ങൾ വചനത്തിലേക്ക് വരാനാണ് പറയുന്നത്. അന്ത്യകാലത്ത് സകല ജാതികളും അവർക്കെതിരായിട്ട് എന്ത് ചെയ്യും? തിരിയും. നിങ്ങൾ നമ്മൾ എവിടെ വന്ന് നിൽക്കുന്നതെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത്. മുമ്പേ പറഞ്ഞു ദുഷ്കാലമാണ്. നമ്മൾ എത്തിയിരിക്കുന്ന സമയം. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ എവിടെയെങ്കിലും നെതന്യാഹുവിൻ്റെ ഇന്നലത്തെ പ്രസംഗം അടിച്ചു നോക്കിയാൽ മതി. എല്ലാവരും കൂക്കു വിളിച്ചാണ് എഴുന്നേറ്റ് പോകുന്നത്. അന്നേരം സ്തോത്രം, ഹല്ലേലൂയ. അന്നേരമുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഈ ബാക്കിയുള്ളവരും കൂടെ ഇവർക്കെതിരാവും. ഇപ്പോൾ 90% ആളുകളിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇവർക്കെതിരായി വന്നേക്കുവാണ്. അപ്പം നമ്മൾ എവിടെ എത്തിയേക്കുന്നതെന്നൊന്ന് അറിയാനാണ് പറഞ്ഞത്. അന്ന് സകല ജാതികളും അവർക്കെതിരാകും. എല്ലാവരും എതിരാകുമ്പോഴാണ് അവർ കുത്തിവെങ്കിലേക്ക് നോക്കി എന്ത് ചെയ്യുന്നത്? വേറെ രക്ഷയില്ല. ഇന്നത്തെ ഈ ബോംബും കാര്യം ഈ അമേരിക്ക ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ എതിരാകാനാണ് സാധ്യത. അപ്പോൾ അവർ കുത്തിവെങ്കിലേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ യേശു കർത്താവ് അവർക്ക് വേണ്ടി ഭൂമിയിലേക്ക് വരും. ഹല്ലേലൂയ. മനസ്സിലാകുന്നവരൊന്ന് സ്തോത്രം പറഞ്ഞല്ലേ. നിങ്ങൾ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ മറ്റുള്ളവരോടൊന്ന് പറയാൻ വേണ്ടിയാണ്. ഈ ലോക ആനുകാലിക സംഭവങ്ങളും കൂടെ വെച്ച് പറഞ്ഞാലേ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ആനുകാലിക കാര്യങ്ങളും പറഞ്ഞാലേ ഉള്ളൂ. സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ ഒരു ജാതിയാകാതെ വണ്ണം അവരെ എന്ത് ചെയ്യുക? മുടിച്ചു കളകാം. അവനെ മുടിച്ചു കളയാൻ വേണ്ടിയാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ സഹസ്രാബ്ദ സമയത്ത് യെരൂശലേം സ്തോത്രം ദേവഭരണത്തിൻ്റെ കീഴിലായിരിക്കും. ദേവഭരണമെന്ന് പറഞ്ഞാൽ ദൈവം ഭരിക്കുക. മനസ്സിലായോ? മനുഷ്യനല്ല ഭരിക്കുന്നത്. അവിടെ പ്രതിപക്ഷവും ഇല്ല, വേറെ ഒരു പക്ഷവും ഇല്ല. അവിടെ അസിസ്റ്റൻ്റ് സെക്രട്ടറിയും വേണ്ട, കർത്താവ് നേരിട്ട് ഭരിക്കും. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് നമ്മൾ ഈ കർത്താവിനോടുകൂടി എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഇറങ്ങി വരും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എടുക്കപ്പെട്ടു പോയ വിശുദ്ധന്മാർ യേശുവിൻ്റെ മഹത്വപ്രത്യക്ഷത വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അവർ കർത്താവിനോടൊപ്പം വരും. അവരുടെ റോൾ എന്നാന്നറിയാം? ദൈവദൂത തുല്യമാണ്. അവർക്ക് വേണേ ശരീരം സ്വീകരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാം, എന്തും അവർക്കാകാം. ദൈവദൂത തുല്യമാണ്. ഹല്ലേലൂയ. അവർ കർത്താവിൻ്റെ കാന്തയായിരുന്നു, കർത്താവിനോടൊപ്പം വന്നവരാണ്. സ്തോത്രം. ഈ ഒരു വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരണ വലിയ പാടാണ്. എന്ന് വെച്ചാൽ ദൈവസഭയും മറ്റുള്ളവരും തമ്മിലുള്ള, കാരണം ഈ ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷവും ഇവിടെ മനുഷ്യരുണ്ട്. ദൈവത്തിൻ്റെ മഹത്വപ്രത്യക്ഷത കഴിഞ്ഞിട്ടും ഇവിടെ എന്തുണ്ട്? മനുഷ്യരുണ്ട്.
അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ ഈ മെനക്കെടുന്നെന്ന് ചോദിക്കും. നമ്മൾ അവൻ്റെ കാന്തയാ, നമ്മൾ അവൻ്റെ മണവാട്ടിയാ. അതിനൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ അതിനു വേണ്ടിയായി ഈ ത്യാഗം സഹിക്കുന്നത്, അതിനു വേണ്ടിയായി ബുദ്ധിമുട്ട് സഹിക്കുന്നത്. അവൻ്റെ കാന്ത എന്ന് പറയുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധവും മണവാളൻ്റെ സ്നേഹിതനും മണവാട്ടിയുടെ സ്നേഹിതനും തമ്മിൽ മാറ്റമുണ്ട്. ഹല്ലേലൂയ. മണവാളനും മണവാട്ടിയുമാണ് ഏറ്റവും വലിയ ബന്ധം. സ്നേഹിതരൊക്കെ വൈകിട്ട് ഈ ചുറ്റിപ്പറ്റി നിന്നാലും 10 മണിയെങ്കിലും ആകുമ്പോൾ എന്ത് ചെയ്യണം? വീട്ടിൽ പോകണം. അത് മണവാട്ടി പോവുമോ? മണവാട്ടിയും മണവാളൻ മണവറയിലേക്കാണ് പോകുന്നത്. ആ ഒരു ബന്ധം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, കുഞ്ഞാടിൻ്റെ കാന്തയും തന്നെത്താൻ എന്ത് ചെയ്തിരിക്കുന്നു? ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ആ ഒരു പദവിയാണ് ഉള്ളത്. ഹല്ലേലൂയ. ആ പദവിയാണ് ഉള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തെല്ലായിടത്തും പ്രശ്നമാണ് പ്രിയമുള്ളവരെ. ഞങ്ങളൊക്കെ പോകുന്ന ആ പാരമ്പര്യ സഭയിലേ ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നമില്ലായിരുന്നത്. ഈ യാക്കോബായി ഓർത്തഡോക്സും പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ പ്രശ്നമില്ലായിരുന്നത്. ഇപ്പോൾ അവിടെയും പ്രശ്നമാണ്. പാത്രികീസ് ബാബ ഇപ്പോഴത്തെ തിരുമേനിക്കെതിരെ കേസ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സസ്പെൻഷന് ഇപ്പം അനുകൂലമായിട്ട് സുപ്രീം കോടതി വിധിച്ചെന്നാണ് പറഞ്ഞത്. ഞാനൊരു വാർത്ത കണ്ടതാണ്. അങ്ങനെ അനുകൂലമായി വിധിച്ചാൽ പിന്നെ പുള്ളിക്ക് തിരുമേനിയായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, അടുത്ത ആളെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ജ്ഞാനായക്കാരായ ആളുകൾ അടങ്ങിയിരിക്കുമോ? അവരടങ്ങിയിരിക്കുകയല്ല. അവർ പിന്നെ അതിനകത്തും 2 പക്ഷമായി, ഓർത്തഡോക്സും യാക്കോബായും പോലെ തന്നെ ഇതിനകത്തും വന്നു. ഞാനിത് പറഞ്ഞ കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയാനാ, അല്ലാതെ നമുക്ക് അവരുടെ പൊളിറ്റിക്സ് പറയാൻ വേണ്ടി അല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? കാലം അതിൻ്റെ അന്ത്യം. നമ്മൾ അതിൻ്റെയാണ് ദാനിയേൽ പ്രവചനത്തിൽ കൂടെ പറഞ്ഞ ഒരു ദാനിയേൽ പ്രവാചകൻ്റെ പറയുന്നൊരു ഭാഗമുണ്ട്. നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിൻ്റെ ആ ബിംബത്തിൻ്റെ ഏറ്റവും അടിഭാഗം അത് ഇരുമ്പും കളിമണ്ണും ചേർന്ന ഭാഗമാണ് എന്ന് വെച്ചാൽ ഒരിക്കലും ചേരത്തില്ല, ചേരുമെന്ന് തോന്നിയാലും ചേരത്തില്ല. ആ സമയത്താണ് കൈ തൊടാതെ പറഞ്ഞു വരുന്നൊരു കല്ല് വന്ന് അതിനെ അടിച്ച് പൊടിയാക്കി ആ കല്ലൊരു വലിയ പർവ്വതമായി തീർന്നു എന്ന് സ്തോത്രം നമ്മൾ ദാനിയേൽ പ്രവചനത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്, സമുദായങ്ങളിൽ സംഭവിക്കുന്നത്, എല്ലായിടങ്ങളിലും സംഭവിക്കുന്ന അതാ. അതുകൊണ്ട് സ്തോത്രം, ആ കാലത്ത് യെരൂശലേം എന്ത് ചെയ്യുക? ദേവഭരണം. അപ്പം ദൈവമാണ് അവിടെ ഭരിക്കുന്നത്, ദേവഭരണത്തിൻ്റെ കേന്ദ്രമായിരിക്കും. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നാം ഒന്ന് വായിക്കുമ്പോൾ, യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. നോക്കിക്കേ, ഏത് കാലത്താ? ഈ സഹസ്രാബ്ദ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. സിംഹാസനം എന്ന് എന്താകും? പേരാകും യെരൂശലേമിന്. യെരൂശലേമിനെ കർത്താവ് മറന്നു കളയുകയില്ല. യഹോവയുടെ സിംഹാസനമാകാനുള്ളതാ. ഞാൻ ഈ യൂട്യൂബിലൊക്കെ എനിക്ക് അവിടുത്തെ സ്ഥലങ്ങൾ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മറുരൂപമലയൊന്ന് കണ്ടായിരുന്നു. നല്ല രസമാണ്. മറുരൂപമല വലിയ മലയായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല, നമ്മുടെ കൊടുകുത്തിമല പോലൊന്നുമില്ല. ആ മല ഒക്കെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാം. സ്തോത്രം. അപ്പോൾ അന്നേരം നമ്മുടെ മനസ്സിലൊരു കുളിർമയുണ്ട്. നമ്മുടെ കർത്താവ് അവിടെയാണ് രൂപാന്തരപ്പെട്ട് അവർക്ക് കാണിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. അപ്പം ആ കാലത്ത് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. സകല ജാതികളും അവിടേക്ക് യെരൂശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമനിമിത്തം വന്നു ചേരും. സകല ജാതികളും യെരൂശലേമിലേക്ക് യഹോവയുടെ നാമനിമിത്തം വരും. ഇതാണ് നമ്മൾ ബൈബിൾ ക്ലാസ് ആട്ടോ ഇത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അന്നേരം ഭൂമിയിൽ ആരുണ്ട്? ജാതികൾ ഉണ്ട്. സ്തോത്രം. ബൈബിൾ ക്ലാസ് പഠിച്ച് പണിക്കരായി പോകരുത് കേട്ടോ, ഇതെല്ലാം കൂടെ പഠിച്ച്. കാരണം അന്നേരം എന്തുണ്ട്? ഭൂമിയിൽ എന്തുണ്ട്? ജാതികളുണ്ട്. അപ്പോൾ ഭൂമിയിലെ ദൈവസഭ ഇവിടെ, അതാ ഞാൻ വ്യത്യാസമാണ് പറയുന്നത്. അല്ലെ ഇതെല്ലാം കൂടെ പഠിക്കുമ്പോൾ ഇതെന്നെ ശരിയാണോ എന്ന് തോന്നും.
അന്നേരവും ഈ ഭൂമി എന്ത് ചെയ്യുന്നില്ല? നശിക്കുന്നില്ല. ഭൂമിയിൽ ജാതികളുണ്ട്. ആ ജാതികളെല്ലാം യെരൂശലേമിലേക്ക് എന്ത് ചെയ്യും? വരും. ഈ ജാതികളെ വഞ്ചിച്ചുകൊണ്ടിരുന്ന പിശാചിനെയാണ് എന്ത് ചെയ്തത്? ബന്ധിച്ചേക്കുന്നത്. അവനെ ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. അവനാ പ്രശ്നക്കാരൻ. ശരീരത്തിൽ പനി ഇല്ലെങ്കിൽ പിന്നെ കുളിരുണ്ടോ? പനി പോയി കഴിഞ്ഞാൽ കുളിരില്ല. സ്തോത്രം. മനസ്സിലാകാൻ പറഞ്ഞതായി. ഇപ്പോഴത്തെ ഈ കുളിരിൻ്റെ പ്രശ്നം എന്നാ? പിശാച്. അവനാ ഈ കുളിര് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത്. ഇന്നത്തെ രോഗങ്ങളുടെ മൂലകാരണം എന്നാ? പിശാചാ. ഇപ്പം എല്ലാ മനുഷ്യർക്കും പേടിയാണ്. ഇപ്പം എവിടെയെങ്കിലും ഒരു മറുക് വന്നാലോ ഒരു ഇത് വന്നാലോ ഉടൻ തന്നെ അത് തോണ്ടിയെടുക്കും. പിന്നെ ബയോപ്സിക്ക് അയക്കും. പിന്നെ അങ്ങ് ടെൻഷനാണ്. പിന്നെ ടെൻഷനോട് ടെൻഷൻ. ഇനി ബയോപ്സിക്ക് അയച്ച് ഒരു 10-65-70 വയസ്സ് കഴിഞ്ഞ് ബയോപ്സിക്ക് അയച്ച് ഇനി എന്ത് കുന്തമായാലും തന്നെ കർത്താവെ വേദന എടുക്കാതെ സ്വർഗത്തിലോട്ട് അയക്കണമെന്നങ്ങ് പറഞ്ഞാൽ പോരെ? ഹല്ലേലൂയ. ചില ആളുകളുടെ 80, 85, 90 വയസ്സായവരുടെ ദേഹത്ത് വരുന്ന മുഴയും ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ആളുകളുണ്ട്. എടാ, ഈ പോകാനൊരു വാഹനം വേണ്ടേ? ആ ഒരു കാര്യം എന്നാ മനസ്സിലാകാത്തത്? പോകാനൊരു വാഹനം വേണ്ടേ? അല്ലാതെ പോകുമോ? ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുമാതിരി ഈ പച്ചവഴി എല്ലാവരെയും ICU കയറ്റിയിട്ട് അവസാന കാലത്ത് വെന്റിലേറ്റർ കൊടുത്തിട്ടേക്കരുത് കേട്ടോ. ഇനി ശ്വാസം മുട്ടലുണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഓക്സിജനൊക്കെ പിടിപ്പിച്ച് അങ്ങ് കിടത്തിയാൽ ശ്വാസം മുട്ടാതെ മരിക്കാം. എളുപ്പവഴി വാസ്റ്റർ പറഞ്ഞു തരുമോ കേട്ടോ. ശ്വാസം മുട്ടാതെ മരിക്കണമെങ്കിൽ ഓക്സിജൻ വെച്ചാൽ മതി. ഈ വെന്റിലേറ്ററിനകത്ത് കയറി കിടക്കുമ്പോൾ ആ കിടക്കുന്ന പുള്ളിയുടെ ചിന്ത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ ആ വെന്റിലേറ്ററിൽ കിടക്കുന്നെങ്കിൽ എൻ്റെ ചിന്ത എന്തോ? കർത്താവ്, ആരെ കാണാൻ പറ്റും? ഈ നേഴ്സുമാരെയും ഡോക്ടർമാരെയും അല്ലാതെ ആരെയും കാണാൻ പറ്റില്ല. വെന്റിലേറ്ററിൽ അതിവേദന എടുത്ത് കിടക്കുമ്പം അവരെ സന്തോഷിപ്പിക്കുകയല്ല കേട്ടോ. നിങ്ങൾക്ക് നല്ല ആ വെന്റിലേറ്ററിൽ നിൽക്കുന്ന നേഴ്സുമാരോടൊക്കെ ചോദിച്ചാൽ മതി. അവർ പറയും. ഇവർ കയ്യും കാലും ഇട്ട് പറിക്കുന്നതുകൊണ്ട് അത് അവരെ കെട്ടിയിടും. അലറുന്നതുകൊണ്ട് വായിലോട്ട് വേണേൽ തുണിയും കൂടെ വേണേൽ അവർ കയറ്റും. ഇനി അവർ ആക്ഷൻ എടുത്താലും കുഴപ്പമില്ല. ഞാനിങ്ങനെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. കാരണം അപ്പോൾ അന്നേരത്തെ ഞാൻ ആ കിടക്കുന്ന ഭാവനയൊന്ന് കണ്ടേ. എൻ്റെ ചിന്ത എന്താ? കർത്താവ്, എൻ്റെ ഭാര്യയോ മക്കളോ ഉണ്ടായിരുന്ന എനിക്ക് ഇച്ചിരി ചൂടുവെള്ളം ഇറ്റിറ്റായിട്ട് എന്ത് ചെയ്തേനം? തന്നേനം. പക്ഷെ അത് തരാൻ വല്ല മാർഗമുണ്ടോ? ഇപ്പോൾ ഗ്ലൂക്കോസ് ട്രിപ്പൊക്കെ കയറുന്നുണ്ട്. ഈ ട്രിപ്പ് കയറുന്നതിനേക്കാൾ സന്തോഷം നമ്മുടെ ഭാര്യയും മക്കളെയും കാണുന്നതല്ലേ നമുക്ക്? അല്ലേ ഭർത്താവിനെയും മക്കളെയും കാണുന്നതല്ലേ? നല്ല ഡോക്ടർമാർ പറയും ഇനി ഒന്നും ചെയ്യാനില്ല. നല്ല ദൈവഭയമുള്ള ഡോക്ടർമാർ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയും മക്കളും ഭാര്യയും എല്ലാം കൂടെ കണ്ട് നല്ല സന്തോഷത്തോടെ മരിക്കാൻ എന്ത് ചെയ്യുക? അതാ നല്ല ഡോക്ടർമാരുടെ. ഈ ബ്ലേഡ് പോലുള്ളിടത്തൊന്നും അവർ സമ്മതിക്കത്തില്ല. വീട്ടിൽ കൊണ്ടുപോയി മക്കൾക്കൊന്ന് ശുശ്രൂഷിച്ച് ഇച്ചിരി വെള്ളമൊക്കെ തൊട്ട് കൊടുത്ത് അവരുടെ ഒരു സംതൃപ്തി. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ഒരു സംതൃപ്തി. സ്തോത്രം. ഹല്ലേലൂയ. അതാ ഏറ്റവും വലുത്. അപ്പോൾ അല്ലാതെ ഈ ഞാൻ പറഞ്ഞത് ചെക്കപ്പിന് പോകുന്നതിനോ ബയോപ്സിക്ക് അയക്കുന്നതിനോ അല്ല. എല്ലാവർക്കും പേടിയാണ്. എല്ലാവർക്കും ഇപ്പം എന്താ? പേടിയാണ്. കാരണം എന്നാ ചോദിച്ചാൽ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് വന്നേക്കുന്നത് നമ്മൾ. സ്തോത്രം. ഹല്ലേലൂയ. മീഖാ പ്രവചനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. മീഖാ പ്രവചനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. യെരൂശലേം പുത്രിയുടെ രാജ്യത്വം തന്നെ 4:8. ഏദർ ഗോപുരമേ, സിയോൻ പുത്രിയുടെ ഗിരിയെ, നിനക്ക് വരും പൂർവാധിക്യം. യെരൂശലേം പുത്രിയുടെ രാജ്യത്വം തന്നെ നിനക്ക് വരും. യെരൂശലേം പുത്രിയുടെ രാജ്യത്വം തന്നെ നിനക്ക് വരും. സ്തോത്രം. മീഖാ പ്രവചനം 4:8 പറയുക. എന്താ രാജ്യത്വം വരുന്നത്? യെരൂശലേമിലേക്ക് രാജാവ് വന്ന് അവിടെ താമസിക്കുമ്പോൾ അവിടെ രാജ്യത്വം വരുമല്ലേ? ഹല്ലേലൂയ. രാജാവ് വന്നു കഴിയുമ്പോൾ ആ രാജ്യത്വം എവിടെ വരുക? യെരൂശലേമിലേക്ക് വരുക. ഇനി അടുത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 4-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യമൊക്കെ ഒന്ന് അടിവരയിട്ട് സൂക്ഷിക്കണം. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ സമയത്താണ് അവൻ്റെ കാല്. ഞാൻ പറയുന്നത് നമുക്ക്
ലളിതമായിട്ട് ആളുകളോട് സുവിശേഷം പറയാം. ഇനിയും സംഭവിക്കാനുള്ള സംഭവം, ലോകത്ത് സംഭവിക്കാനുള്ള സംഭവം, യേശുക്രിസ്തുവിൻ്റെ രഹസ്യവരവ്. ഈ രഹസ്യവരവ് ഉണ്ടാകുമ്പോഴാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ചില പ്ലെയിൻ കമ്പനിമാർ പെന്തിക്കോസുകാരെ രക്ഷിക്കപ്പെട്ടവരെ തന്നെ പ്ലെയിനെ പൈലറ്റ് ആക്കുകയല്ല, ഒരുത്തൻ രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനെ ആക്കത്തുള്ളൂ. കാരണം രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഈ പ്ലെയിൻ എവിടോട്ട് പോകും? പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ആള് എടുക്കപ്പെടും. പിന്നെ അത് ഇന്ധനം തീർന്ന് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് തകർന്നു പോവുകയുള്ളൂ. എത്ര ആയിരം കോടിയാണ് നഷ്ടം വരുന്നത് കമ്പനിക്ക്. ഹല്ലേലൂയ. കർത്താവ് വന്നാലും ഇവിടെ പ്ലെയിനും ഉണ്ട്, വണ്ടിയുണ്ട്, ഓട്ടോറിക്ഷയും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അയ്യോ, അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷനായി അല്ലേ? കർത്താവ് വന്ന് ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ സഭായോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയത്തില്ല. സഭായോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ നിന്നെ അനുഗ്രഹിക്കാൻ, നിൻ്റെ വേദന മാറും, നിൻ്റെ രോഗം മാറും, നിൻ്റെ ക്ഷീണം മാറും എന്ന് പറഞ്ഞാലേ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. ഇതൊന്നും അല്ല പറയുന്നത്. കർത്താവ് വന്നു കഴിഞ്ഞാലും ഇവിടെ എന്തുണ്ട്? ഈ കാര്യമുണ്ട്, കൊയ്ത്തുമുണ്ട്, മെതിയുണ്ട്, എല്ലാ കാര്യവും നടക്കും. പക്ഷേ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവജനം കർത്താവിനോടുകൂടി എന്ത് ചെയ്യും? എടുക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവിനോടുകൂടി എടുക്കപ്പെടും. അപ്പോൾ സ്തോത്രം, അവൻ്റെ കാല് അവന്റെ കാല് യെരൂശലേമിൽ. ആ വാക്യമാണ് മഹത്വ പ്രത്യക്ഷതയുടെ ഏറ്റവും പ്രധാന കാര്യം. ഏതാ വാക്യം എന്ന് പറഞ്ഞേ? സക്കറിയാവ് പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഏത് ക്രിസ്ത്യാനിക്കാണ് ഇതൊക്കെ അറിയാവുന്നത്? ഇതെല്ലാം പഠിപ്പിക്കുമോ? സഭാചരിത്രം പഠിപ്പിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? സഭാചരിത്രം സഭാചരിത്രം എന്താ പഠിപ്പിക്കുന്നത്? പാരമ്പര്യമാണ് പഠിപ്പിക്കുന്നത്. ഈ സഭാചരിത്രം എന്ന് പറയുന്നത് എവിടുന്നാണ് കിട്ടേണ്ടത്? അപ്പോസ്തോല പ്രവൃത്തിയാണ് ആദ്യത്തെ. ഈ അപ്പോസ്തോല പ്രവൃത്തി ഒന്ന് പഠിപ്പിച്ചാലും മതിയായിരുന്നു നമ്മുടെ സമൂഹം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു എന്ത് ചെയ്യും? അവൻ്റെ കാല് യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ ചവിട്ടും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും. നിങ്ങൾക്ക് മനസ്സിലാക്കാം, യെരൂശലേമിൻ്റെ പലസ്തീൻ ആ ഭൂമിയുടെ സ്തോത്രം ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളുണ്ടാവും. ഹല്ലേലൂയ. ഇതങ്ങ് കർത്താവിൻ്റെ കാല് കുത്തുമ്പോഴത്തേക്ക് ഈ മല എന്തു ചെയ്യും? പിളരും. സ്തോത്രം. പിളർന്നതങ്ങ് പീഠഭൂമിയാകും. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ അതും പദ്ധതിയാണ്. ഇപ്പം മലയായിട്ടിരുന്ന ആളുകൾക്ക് താമസിക്കാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ? സ്തോത്രം. അതിൻ്റെ 10-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ദേശം മുഴുവനും മാറി. കേട്ടോ? ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ദേശം മുഴുവനും മാറി. പുതിയ ആകാശവും പുതിയ ഭൂമിയിലിട്ടും നമ്മൾ വന്നില്ല കേട്ടോ. അതിന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അത് സഹസ്രാബ്ദമൊക്കെ കഴിഞ്ഞാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇപ്പം ഇവിടെ ഭൂമിശാസ്ത്രപരമായിട്ട് പലസ്തീനൊരു മാറ്റം ഉണ്ടാവും. കാരണം ഈ ജനം എല്ലാം വരണ്ടേ? പ്രിയമുള്ളവരെ, ഇപ്പോഴും യെരൂശലേമിലേക്ക്, ഇസ്രായേലിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുക. അത് നിങ്ങളൊന്ന് കാണണം. യെരൂശലേമിൽ ഇസ്രായേലിൻ്റെ പതാക പിടിച്ചുകൊണ്ട് പ്ലെയിനെ വന്ന് ഇറങ്ങും അവർ. അമേരിക്കയിലും ലണ്ടനിലും UK-യിലും അവിടെ ഇവിടെയുള്ള എല്ലാ ആളുകളും അവർ ഇസ്രായേലിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുക. അവർക്ക് അവിടെ വലിയ ബിസിനസ്സുകാരാണ്, കാര്യങ്ങളുണ്ട്. അതെല്ലാം അവർ വൈൻഡപ്പ് ചെയ്ത് അവർ ഈ സ്വന്തം നാട്ടിലേക്ക് വരുക. അതെല്ലാം ഞാൻ അതൊക്കെയാണ് കാണുന്നത്. ഹല്ലേലൂയ. അവരിറങ്ങി വരുമ്പോൾ തന്നെ ഇസ്രായേൽ അവരുടെ പതാക ഇവർക്ക് കൊടുക്കും. അവർ താഴോട്ട് ഇറങ്ങി വന്നേച്ചുണ്ടല്ലോ, ഭൂമിയിലോട്ട് കവിണ് വീണ് ദൈവത്തെ സ്തുതിക്കുക. കാരണം കർത്താവിന് 600 വർഷം മുമ്പ് ദേശത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, പാപനിമിത്തം പോയ മനുഷ്യർ, അവരുടെ തലമുറ ഇപ്പോൾ എന്തു ചെയ്യുക? വാഗ്ദത്ത നാട്ടിലേക്ക് കടന്നു വരുക. ഹല്ലേലൂയ. വാഗ്ദത്ത നാട്ടിലേക്ക് കടന്നു വരിക. അന്നേരം സ്തോത്രം. ഹല്ലേലൂയ. അതൊരു ചെറിയ കാര്യമാണോ? അവരുടെ ദൈവത്തെ വീണെന്ത് ചെയ്യുക? പ്ലെയിനിൽ നിന്ന് ഇറങ്ങി താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ മുട്ടുകുത്തി ദൈവത്തെ നമസ്കരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുക. പാലസ്തീനിലേക്ക്
അതുകൊണ്ടാണല്ലോ വെസ്റ്റ് ബാങ്കിലേക്ക്, അതാ ഞാൻ പറഞ്ഞ കാലങ്ങൾ കടിച്ചു, വെസ്റ്റ് ബാങ്കിൽ നിന്നും ആളുകളെ, ലെബനോനിൻ്റെ അവിടെ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സ്ഥലത്തോട്ട് ഇസ്രായേലിൻ്റെ കുടിയേറ്റം അനുവദിക്കുകയില്ലെന്ന് ഗവൺമെൻറ്, മറ്റ് രാജ്യക്കാർ പറയുക. ഈ വരുന്ന ജനം ഇവിടെ താമസിക്കേണ്ടത് ഗാസയിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കുടിയേറ്റക്കാരെ കയറ്റരുതെന്ന് മറ്റു രാജ്യക്കാർ പറയുക. പക്ഷെ കയറ്റാതിരിക്കാൻ പറ്റുമോ? ഈ ജനം വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. സ്തോത്രം. എന്തുകൊണ്ടാണ് ഈ ജനം ഇങ്ങോട്ട് വരുന്നത്? അവരുടെ മഷിക വരും, അവർക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് ഞാനൊരു കാര്യം പറയാം. നമ്മളൊക്കെ കോഴിയും കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയിട്ടുള്ളവരാണ്. കോഴിയും കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കൊക്കെ വീട്ടിൽ കോഴിക്കൂടുണ്ട്. ഈ എത്ര ഇതായി കഴിഞ്ഞാലും തീറ്റയ്ക്ക് ഇത് എത്ര പറമ്പിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാലും ഒരു സന്ധ്യയാകുമ്പോൾ 4-5 മണിയാകുമ്പോൾ ഇതെവിടെ വരും? വീടിൻ്റെ അടുക്ക വരും. വീടിൻ്റെ അടുക്ക വന്നിട്ട് കുറേ കൊക്കും. എന്തിനാണെന്ന് അറിയാമോ? വല്ല ഗോതമ്പോ അരിയോ വല്ലോ അമ്മച്ചി സ്പെഷ്യൽ. കാരണം ഇതിന് ഈ സാധനത്തിനൊന്നും ഭയങ്കര ദഹനമാട്ടോ. നിങ്ങൾക്കറിയാം കോഴി മണൽ കൊത്തി തിന്നുന്നതിനെ കുറിച്ച് അറിയാമോ? കാരണം അതിന് പരവേശം എടുത്തിട്ട് നിൽക്കാൻ മേല. അതുകൊണ്ടാണ് അതിൻ്റെ ഇതൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോൾ മണൽ അതിനകത്ത് കിടക്കുന്നത്. അതിൻ്റെ ആ ആ പിണ്ടം അത് പൊട്ടിക്കുമ്പോൾ, കാരണം പരവേശം കാരണം അതിനങ്ങ് ദഹിച്ചു പോവുക. അതിനത് ദഹിക്കാതെ രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടിയാണ് ഈ മണൽ കൊത്തി തിന്നുന്നത്. അപ്പം ഈ വൈകിട്ട് ഈ തീറ്റയും തിന്നേച്ച് ഞങ്ങളുടെയൊക്കെ വീട്ടിലെ കൂടിനകത്ത് ഒരു പാലത്തടി വെച്ചിട്ടുണ്ട്. താഴേന്ന് കോഴി കുറുക്കം കയറാതിരിക്കാൻ വലിയ ഇതാണ്. ആ പാലത്തടി വെച്ചിട്ടുണ്ട്. പിള്ളേരാരും ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ കോഴിയൊക്കെ സന്ധ്യ 5-5:30 ആകുമ്പോഴത്തേക്ക് ലൈനായിട്ട് എന്ത് ചെയ്യും? ഈ പാലത്തടിയുടെ അടുക്ക വരും. അന്നേരമാണ് ചില പൂവൻ കോഴി കയറി എന്നുവെച്ച് വാതൊക്കെ നിൽക്കും. എന്നിട്ട് അത് കയറത്തുമില്ല. നമ്മുടെ സഭയിലും ഉണ്ടല്ലോ ചില എണ്ണന്മാർ, അവർ കയറത്തുമില്ല. പിന്നെ എന്തു ചെയ്യും? വരുന്നവനെ എന്തു ചെയ്യത്തില്ല? കയറ്റത്തുമില്ല. അവർ കയറത്തില്ല. അവരവിടുത്തെ സുൽത്താനായിട്ടിരിക്കുകയാണ്. സുൽത്താനും സുൽത്തിയും അവിടെ ഇരിക്കും. അവർ നിത്യതയിൽ പോകത്തില്ല. നിത്യതയിൽ പോകാൻ ആഗ്രഹമുള്ളവർ അവിടെ എന്ത് ചെയ്യല? കയറ്റുകയല്ല. പിന്നെ വീട്ടുകാരൻ വരണം, ഇതിനെ തല്ലി മാറ്റിയാലേ പോകത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ എന്നാന്നറിയാമോ? ഇതിനെ ഏത് ശാസ്ത്രം പഠിപ്പിച്ചിട്ടാണ് ഇതിങ്ങി വരുന്നേ? ഒരു അവനറിയാം സന്ധ്യ ആകുമ്പോൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. യഹൂദനറിയാവുന്നൊരു കാര്യമുണ്ട്, ഇപ്പം മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. അവരുടെ മഷിക വരാറായി. ഹല്ലേലൂയ, മഷിക വരാറായി. യഹൂദ ഗോത്രമാണെങ്കിൽ സ്തോത്രം, അവർ മടങ്ങി ചെല്ലും. ഇതിനകത്ത് ഞാൻ പറയുമ്പോൾ എൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയണമല്ലോ. എൻ്റെ പാരമ്പര്യത്തിൻ്റെ ആ പാട്ടിനകത്തുണ്ട്, ഞങ്ങൾ യഹൂദ വംശക്കാരാണ്, ദാവീദിൻ്റെ സന്തതിയാണെന്ന്. ക്നാനായക്കാർ, എന്നെ കേൾക്കുന്ന ഒത്തിരി ക്നാനായക്കാരുണ്ട്. എന്നാൽ അവരുടെ അറിവിലേക്ക് ഞാൻ പറയുന്ന ഒരു അറിവ് മാത്രമാണ്, നമ്മൾ യഹൂദ വംശവുമല്ല, ദാവീദിൻ്റെ സന്തതിയല്ല. കാരണം അങ്ങനാണെങ്കിൽ നമ്മുടെ DNA പരിശോധിച്ച് ഏത് ഗോത്രമാണെന്ന് മനസ്സിലാക്കി ഇവരെല്ലാം അങ്ങോട്ട് തിരിച്ചു പോയേനം. കാരണം ഈ മഷിക വരുമ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് യഹൂദ വംശത്തിൽപ്പെട്ട എല്ലാ ഗോത്രത്തിലുള്ളവർ അങ്ങോട്ട് പോകും. ഇനി ഇവിടെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്നാനായക്കാരനെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇസ്രായേലിലോട്ട് ഇറക്കത്തില്ല. അങ്ങനെ പറഞ്ഞാൽ അവൻ്റെ DNA പരിശോധിക്കും. DNA പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല. ഇനി DNA പരിശോധിച്ചില്ലെങ്കിലും അവൻ യഹൂദ വംശക്കാരനാണെങ്കിൽ അവൻ തന്നെ അവിടെ ചെല്ലും. ഇവിടെ കിടന്ന് അടിയുണ്ടാക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അത് ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ കാര്യം. എനിക്കറിയാം ഈ പ്രസംഗത്തിന് വിമർശനം വരുമെന്ന്. ഈ ഒരു സത്യം നമ്മൾ അറിഞ്ഞു പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. നമ്മൾ കാനായിൽ നിന്ന് വന്നവരാണ്, അതെല്ലാം ശരിയാ. ക്നായിത്തൊമ്മനെ നമുക്ക് വിശ്വാസമാണ്, വന്ന കാര്യം എല്ലാം അറിയാം. AD 325 7 ഇല്ലം 72 കുടുംബം അവിടുന്ന് വന്നതാണ്. അത് കൊടുങ്ങല്ലൂർ വന്നിറങ്ങി, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ അത് സ്തോത്രം ഒരിക്കലും ഈ വംശത്തിൽ നിന്നല്ല. ഈ വംശത്തിൽ നിന്നായിരുന്നെങ്കിൽ സ്തോത്രം അതിന് മാറ്റം വന്നേനെ. പെട്ടെന്ന് ഈ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 14:10 ഇവിടെ വായിച്ചാൽ ദേശം മുഴുവനും മാറി ഗേബ മുതൽ യെരുശലേമിന് തെക്ക് റിമ്മോൻ വരെ സമഭൂമിയായി തീരും. കേട്ടോ?
ഇപ്പം കിടക്കുന്ന ഈ പർവ്വതം മുഴുവനും എന്തായിത്തീരും? ഇത് ബുൾഡോസർ വെച്ച് നിരത്താൻ പോയാൽ എത്ര കാലം നിരത്തിയാൽ ആ സമഭൂമിയാകുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കണം. കർത്താവ് കാല് ചവിട്ടി കഴിയുമ്പോൾ ഈ ഒലുമല പിളർന്നിട്ടുണ്ടല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഇത് കേട്ടിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അത് പിളർന്നിട്ട് ദേശം അങ്ങ് നിരപ്പാവുമെന്ന് 14:10. അവിടെ എന്തിനാണെന്നറിയാവോ? വായിച്ചേ. നഗരമോ ഉന്നതമായ സ്വസ്ഥാനത്ത് ബെന്യാമിൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിന്റെ സ്ഥാനം വരെ, കോൺ ഗോപുരം വരെ തന്നെ, ഹനനേൽ ഗോപുരം മുതൽ രാജാവിന്റെ ചക്കാലകൾ വരെയും നിവാസികൾ ഉള്ളതാകും. അവർ അതിൽ പാർക്കും. ഇനി സംഹാര ശബ്ദം ഉണ്ടാകയില്ല. അവിടെ എല്ലാം നഗരം പൊങ്ങി നിൽക്കും, ബാക്കിയുള്ളതെല്ലാം പീഠഭൂമി. അവിടെ എല്ലാം എന്തുണ്ടാകും? നിവാസികളുണ്ടാകും. സഹസ്രാബ്ദത്തെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ബൈബിൾ ക്ലാസ് മിസ് ചെയ്യരുത്. കാരണം മിസ് ചെയ്തവർക്ക് വേണ്ടി അല്ലേ പിന്നെ അവർ കേൾക്കണം. ഹല്ലേലൂയ. ഇവിടെ എല്ലാം നിരപ്പായി. അവിടെ 1000 വർഷത്തേക്ക് ദൈവം ആ ജനത്തെ എന്ത് ചെയ്യും? അവിടെ താമസിപ്പിക്കും. നിർഭയം വസിക്കും. ഇസ്രായേൽ നിർഭയമായി വസിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ മശിഹായെക്കുറിച്ചും നമ്മുടെ കർത്താവിനെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കണം. നമ്മൾ സഭായോഗത്തിന് വന്നാലും മറ്റ് കാര്യങ്ങളിലേക്ക് വ്യാപൃതരാകാതെ, അവൻ എന്നെ നുള്ളി, ഇവൻ എന്നെ പിച്ചിപ്പറിച്ചു, അവനെ നോക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുക, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ചിന്തിക്കുക, കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇതാ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, യേശു കർത്താവ് വരാറായി. അവൻ്റെ രഹസ്യവരവാണ് ആദ്യം നടക്കുന്നത്. അതിന് നാം കർത്താവിൽ വിശ്വസിക്കാം. നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടായിരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.